സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: വള്ളത്തോൾ നാരായണ മേനോൻ ആരംഭിച്ച കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വള്ളത്തോൾ നാരായണ മേനോൻ ആരംഭിച്ച കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി. കേരളത്തിലെ നിലവിലെ ഗവർണർ ആര്? കേരളത്തിലെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആര്? കേരളത്തിന്റെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. എൻ ഷംസീർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ആര്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് ആര്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. മാമ്പഴം എന്ന കവിത എഴുതിയത് ആര്? കവിതയുടെ പേര് മാമ്പഴം. എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഏറ്റവും വലിയ നദി കേരളത്തിലേത്? പെരിയാറാണ്. പെരിയാർ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം നടന്നത് 1921. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3-ലാണ്. ഭാഗം 3. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32-ആണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ആര് വിശേഷിപ്പിച്ചത്? അംബേദ്കർ. ആർട്ടിക്കിൾ 32. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം? ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം. ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം? ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885-ആണ്. 1885. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. ഇന്ത്യയുടെ ഏറ്റവും വലിയ പീഠഭൂമി? ഇന്ത്യയുടെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത്? ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം. ഇന്ത്യയുടെ ധാന്യപ്പുര? ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം ഇന്ത്യയുടെ ധാന്യപ്പുര. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്. ഓക്സിജൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ത്വക്ക്, തൊലി. പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞൻ? പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞൻ ഒലെ റോമറാണ്. ഒലെ റോമർ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞനാണ് ഒലെ റോമർ. ഊർജത്തിന്റെ SI യൂണിറ്റ് ഏത്? ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ. ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏത്? ശബ്ദത്തിന്റെ തീവ്രത ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി? കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ.
കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം. മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? കണ്ണീരും കിനാവും എന്നത് VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല? ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം? ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. സതി നിരോധിച്ച ഗവർണർ ജനറൽ? സതി നിരോധിച്ചത് വില്യം ബെൻറിക് പ്രഭുവാണ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ വില്യം ബെൻറിക് പ്രഭു. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ആര്? ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി. ജലത്തിന്റെ രാസസൂത്രം എന്ത്? ജലത്തിന്റെ രാസസൂത്രം H2O. ഡെൽറ്റോയിഡ് പേശി മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ഡെൽറ്റോയിഡ് പേശി കാണപ്പെടുന്നത് ഷോൾഡറിലാണ്, തോളിലാണ് ഡെൽറ്റോയിഡ് പേശി കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ആഹാര ഘടകം? ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സ് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സ് 33ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. 33ാമത്തെ ഒളിമ്പിക്സ്. 2024 പാരീസ് ഒളിമ്പിക്സ് 33ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോന്തിയാണ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. കണക്റ്റിംഗ് ഇന്ത്യ എന്നത് ഏത് സ്ഥാപനത്തിന്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ BSNLന്റെ മുദ്രാവാക്യമാണ്. കണക്റ്റിംഗ് ഇന്ത്യ എന്നത് BSNL. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഹിമാചൽ പ്രദേശിലെ ചൈൽ ക്രിക്കറ്റ് ഗ്രൗണ്ട്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. കഥകളിയുടെ ആദ്യകാല രൂപം ഏത്? കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയത് കേളപ്പൻ. കേരളത്തിലെ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ് കേരളത്തിലെ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായത് ISRO സ്ഥാപിതമായത് 1969. 1969. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ്. ലോക് നായക്. ഏറ്റവും കൂടുതൽ പ്രകാശമുള്ള ഗ്രഹം ഏത്? ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളത് ശുക്രനാണ്. ശുക്രൻ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആണ്. ആവിയന്ത്രം സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. നോബൽ സമ്മാനം നൽകി തുടങ്ങിയ വർഷം? നോബൽ സമ്മാനം 1901 മുതലാണ് നോബൽ സമ്മാനം നൽകി തുടങ്ങിയത്. 1901. G20 ഉച്ചകോടി 2025 എവിടെയാണ് നടക്കുന്നത്? 2025 G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലാണ്. 2025 G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്ക. ലോക രക്തദാന ദിനം എന്ന്? ലോക രക്തദാന ദിനം ജൂൺ 14. ലോക രക്തദാന ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 14. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം? വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ഒരു കുതിരശക്തി, ഒരു ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ട്സ് ആണ്? 746 വാട്ട്സ് ആണ്. 746 വാട്ട്സ് ആണ് ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്നത്. 746 വാട്ട്സ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 5 വളയങ്ങൾ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ സൂചിപ്പിക്കുന്നത് 5 ഭൂഖണ്ഡങ്ങളെയാണ്. 5 ഭൂഖണ്ഡങ്ങൾ. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നീ 5 ഭൂഖണ്ഡങ്ങളെയാണ് ഒളിമ്പിക് ചിഹ്നത്തിലെ 5 വളയങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏഷ്യയെ സൂചിപ്പിക്കുന്നത് മഞ്ഞ വളയം. സോളാർ സെൽ ഏത് ഊർജ്ജ രൂപത്തെയാണ് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്? സോളാർ സെൽ പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. സോളാർ സെൽ പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ഇന്ത്യ. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. സ്വിറ്റ്സർലൻഡിൽ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. നീതി ആയോഗ് രൂപീകരിച്ച വർഷം? നീതി ആയോഗ് 2015 ജനുവരി 1 നീതി ആയോഗ് രൂപീകരിച്ചത്. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ്. രൂപീകൃതമായ വർഷം 2015 ജനുവരി 1. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് ഏത് വാക്കുകളിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ, ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ, ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയുടെ പേരെന്ത്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ രാജ്യസഭ, അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. കൊച്ചി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് D. ഉദയകുമാർ ആണ്. D. ഉദയകുമാർ. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ് മിനി ഭരണഘടന എന്ന് അറിയപ്പെട്ടത്? മിനി ഭരണഘടന എന്നറിയപ്പെട്ടത് 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാമത്തെ ഭേദഗതിയാണ് മിനി ഭരണഘടന എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയത് ആനി ബസന്റ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്.
കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ്. തിരുവിതാംകൂർ സർവകലാശാലയാണ് ഇപ്പോൾ കേരള സർവകലാശാല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാലയാണ്. തിരുവിതാംകൂർ സർവകലാശാലയാണ് ഇപ്പോൾ കേരള സർവകലാശാല എന്ന് അറിയപ്പെടുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. വിമോചന സമരം നടന്ന വർഷം. വിമോചന സമരം 1959 വിമോചന സമരം നടന്നത്. 1959. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ തിരൂർ 1861 സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ബേപ്പൂർ തിരൂർ. അരങ്ങൊഴിയാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? അരങ്ങൊഴിയാത്ത നടൻ തിക്കൊടിയൻ. തിക്കൊടിയൻ്റെ ആത്മകഥയാണ് അരങ്ങൊഴിയാത്ത നടൻ തിക്കൊടിയൻ. ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 3ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 3ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നിലവിൽ വന്ന വർഷം 2017 ജൂലൈ 1. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥാപനമാണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നവരത്ന പദവി ലഭിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക അധികാരം എന്ത്? നവരത്ന പദവി ലഭിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക അധികാരമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സ്വയംഭരണം, ഫിനാൻഷ്യൽ ഓട്ടോണമി. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സ്വയംഭരണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓട്ടോണമിയാണ് നവരത്ന പദവി ലഭിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക അധികാരം. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപീകരിച്ച വർഷം 1935. 1935 ഇന്ത്യയിലെ റിസർവ് ബാങ്ക് രൂപീകൃതമായത്. 1935. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്ക്. അവസാനത്തെ ചോദ്യം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് 2014. 2014. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.